ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇതേപോലെയുള്ള ഒരു റൗണ്ട് കോളറിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഫ്രണ്ടിൽ ഇതേപോലെ ഒരു ഓപ്പൺ കൊടുത്തിട്ട് നമുക്ക് തലയൊക്കെ കിടക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. 40 ചെസ്റ്റ് സൈസുള്ള ഒരാളുടെ അളവിനനുസരിച്ചിട്ടുള്ളൊരു കോളറാണ് ചെയ്തെടുക്കുന്നത്. 16 ഷോൾഡർ എടുത്തിരിക്കുന്നത്. അതിനെ നമ്മൾ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ സെൻറ്റർ ഞാൻ അറിയാനായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 3 ഇഞ്ച് നമ്മൾ കഴുത്തിൻ്റെ അകലം എടുക്കുന്നുണ്ട്. താഴേക്ക് 4 ഇഞ്ചാണ് എടുക്കുന്നത്. എന്നിട്ട് നമുക്കതിനെ ഒരു ബോക്സാക്കി മാറ്റാം. നമുക്കൊരു ഇതേപോലെ ഷേപ്പ് വരച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. നമുക്ക് ടോപ്പൊന്ന് നിവർത്തിയിടാം. എന്നിട്ട് നമ്മൾ ഈ കട്ട് ചെയ്തെടുത്തില്ലേ, അവിടെ നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. അങ്ങനെ കൊടുക്കുന്നത് നമ്മുടെ ലൈനിങ്ങുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതിരിക്കാനാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നെക്കിൻ്റെ ഇവിടുന്ന് ഇതേപോലെ ടേപ്പ് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്യുക. എത്രയാണ് ഇറക്കം വേണ്ടിയതെന്ന് 8 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. സെൻറ്റർ കറക്റ്റ് നമ്മുടെ വർക്കിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ നമ്മൾ 8 ഇഞ്ച് അടയാളപ്പെടുത്തിയത് ഇതേപോലെ ടേപ്പ് വെച്ച് എത്രയാണ് ഇറക്കം കിട്ടിയതെന്ന് നോക്കണം. അതിനുശേഷം നമ്മൾ ഇതേപോലെ ഒരു ക്യാൻവാസ് എടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് 1 ഇഞ്ച് താഴേക്കൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ട് ആ 1 ഇഞ്ച് ഇതേപോലെ ഒരു ലൈനാക്കി മാറ്റാം കേട്ടോ. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 3.5 ഇഞ്ച് ഇതേപോലെ ടേപ്പ് വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തതിനെ താഴേക്ക് ഇതേപോലെ ഒരു ലൈൻ കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒരു 1 ഇഞ്ചിൽ ഒരു ഔട്ട്ലൈൻ കൊടുക്കാം. നമുക്ക് ഈ ഭാഗം ഉണ്ടല്ലോ, ഇതൊന്ന് ചെരിച്ച് വരച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് പിൻ ചെയ്ത് വെച്ചിട്ട് ഇതൊന്ന് നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. നമുക്ക് ആ മാർക്കിങ്ങിലൂടെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതിന് ശേഷം നിവർത്തി വെക്കുമ്പോൾ നമുക്ക് ഈ രീതിയിലാണ് കിട്ടുന്നത്. അത് ഞാൻ പശയുള്ള ഭാഗം തുണിയിലേക്ക് ചേർത്ത് വെച്ചിട്ട് ഒന്ന് വൃത്തിയായിട്ട് അയൺ ചെയ്തെടുക്കുന്നുണ്ട്. ഇതുണ്ടോ, ഇതേപോലെ നമുക്ക് കറക്റ്റായിട്ട് ഒട്ടിക്കിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി 1/4 ഇഞ്ച് തുണി ഇട്ടിട്ട് നമുക്ക് ബാക്കിയുള്ള എല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിന് ശേഷം നമുക്കിതുണ്ടോ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതേപോലെ ഒന്ന് കറക്റ്റായിട്ട് മടക്കി വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിൻ്റെ സെൻറ്റർ നമുക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളുടെ ചുരിദാറിൻ്റെ ടോപ്പിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ ഇതേപോലെ നെക്കൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു. അതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുണ്ടോ, ഇതാണ് അതിൻ്റെ സെൻറ്റർ. നമുക്കൊന്ന് അളന്ന് നോക്കാം 2 സൈഡും കറക്റ്റാണോ എന്ന്. ഇതേപോലെ കറക്റ്റായിട്ടുണ്ട്. അത് വർക്കുള്ളതുകൊണ്ട് കേട്ടോ അങ്ങനെ അളന്ന് നോക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ 3.5 ഇഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നിടത്തുനിന്ന് താഴേക്ക് ഇതേപോലെ ഒന്ന് വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുക്കാം 2 സൈഡിലും. അതിനുശേഷം നമ്മുടെ ക്യാൻവാസെ കയറാതെ ക്യാൻവാസിനുള്ളിലൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇവിടം തൊട്ട് ഇവിടം വരെ മതി കേട്ടോ. ഇതുണ്ട്, ഇതേപോലെ നമുക്ക് ഇവിടം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ക്യാൻവാസെ കയറാതെ വേണം കേട്ടോ. ക്യാൻവാസിൻ്റെ ഉള്ളിലൂടെ ക്യാൻവാസെ തൊട്ട് നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. കണ്ടില്ലേ, ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ സെൻറ്റർ കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്യാം. താഴ്ഭാഗത്ത് വരുമ്പോൾ നൂല് കട്ടായി പോകരുത്. നമുക്ക് വളരെ കറക്റ്റായിട്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഡ്രിമ്മർ എടുത്തിട്ടാണ് ആ ഒരു പോർഷൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഇതുണ്ടോ ഇതേപോലെയാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഈ സൈഡിലൂടെ ഒരു പതിച്ചടിച്ചെടുക്കണം. നമുക്കൊന്ന് ഫിറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ വിട്ടുപോയെങ്കിൽ നമുക്ക് തയ്യൽ തുമ്പൊക്കെ കുറവല്ലേ, അപ്പോൾ വിട്ടുപോയാലോ, അതുകൊണ്ട് നമുക്ക് അതിൻ്റെ മുകളിലൂടെ ഒന്ന് പതിച്ചടിച്ചെടുക്കാം. പതിച്ചെടുക്കുന്നത് വിട്ടു പോകാതിരിക്കാനും തിരിച്ചിടുമ്പോൾ നല്ല ഫിനിഷിങ്ങിൽ ഇരിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മളൊന്ന് പതിച്ചടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് തിരിച്ചിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഉണ്ടോ, വളരെ വൃത്തിയായിട്ട് വളരെ നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗമില്ലേ, അവിടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. വീഡിയോയ്ക്ക് ഇപ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ഇതേപോലെ നമുക്ക് 2 സൈഡും നല്ല തുണി കെട്ടാവല്ലോ കേട്ടോ. അപ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഷോൾഡർ ജോയിൻ ചെയ്യാം. ഇതേപോലെ ഞാൻ ഷോൾഡറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല വശം ചേർത്ത് വെച്ചിട്ട്
നമ്മളിതുണ്ട് ഈ ഷോൾഡർ കറക്റ്റ് വരുന്ന രീതിയിലെന്ന് വെച്ച് ഞാൻ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ചെയ്യുന്നവരൊക്കെ ഇങ്ങനെ തന്നെ ചെയ്തോളൂ കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുന്നത്. എന്നിട്ട് നമ്മൾ 1/2 ഇഞ്ച് വീതിയിലാണ് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുന്നത്. ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതേപോലെ നമ്മൾ ചേർത്ത് പിടിച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി അടുത്ത ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുന്നുണ്ട്. തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും കെട്ടിടണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെയാണ് കിട്ടുന്നത്. നമുക്ക് നമ്മളുടെ നെക്ക് എത്രയുണ്ടെന്ന് ഇതേപോലെ കറക്റ്റ് ഒട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറിപ്പോകാണ്ട് കൃത്യമായിട്ട് ടേപ്പ് വെച്ചിട്ട് നമുക്ക് നടന്നു നോക്കാം. എനിക്ക് 19 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ 18 ഇഞ്ച് നീളത്തിലും 8 ഇഞ്ച് വീതിയുള്ളൊരു ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. അതിനെ നടുവിൽ നിന്ന് മടക്കിയെടുത്തു ഉണ്ട്. അപ്പോൾ ഇത് ഓപ്പണ് ഫോൾഡ് ചെയ്ത ഭാഗം നമ്മുടെ വശത്തേക്കാണ് ഞാൻ വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതേപോലെ 4 ഇഞ്ച് വീതിയിൽ ഫോൾഡ് ചെയ്ത ഭാഗത്തൊരു മാർക്കിങ് കൊടുത്തു. താഴേക്ക് ഞാൻ 6 ഇഞ്ചിലൊരു മാർക്കിങ് കൊടുക്കുന്നുണ്ട്. ഇവിടെ 4 ഇഞ്ച് വരും. അപ്പം നമുക്കതിനെ ഒരു ബോക്സ് ഷേപ്പിലേക്ക് വരച്ചെടുത്തു. എന്നിട്ട് നമുക്ക് കർവ് വെച്ചിട്ട് ഇതേപോലെ ഒരു ഷേപ്പ് വരച്ച് കൊടുത്തു. ഇനി നമുക്ക് 1 ഇഞ്ച് ഇതേപോലെ കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓരോ ഇഞ്ച് വീതം കൃത്യം കിട്ടുന്ന രീതിയിൽ നമുക്ക് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. കൃത്യമായിരിക്കണം കേട്ടോ. നമ്മുടെ കോളറിനുള്ളതാണ്. അപ്പോൾ എന്നിട്ട് ഞാനിതൊന്ന് വരച്ച് കാണിക്കിയത് എങ്ങനെയുണ്ടെന്ന്. ഇതേപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 19 ഇഞ്ചില്ല നമ്മുടെ നെക്കളന്നപ്പോൾ കിട്ടിയത്. അതിനെ നമുക്കൊന്ന് പകുതിയാക്കി എടുക്കണം. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 9.5 ഇഞ്ചാണ്. ആ 9.5 ഇഞ്ച് നമുക്ക് ഇവിടുന്ന് നടന്നെടുക്കാം. ഇതേപോലെ കൃത്യമായിട്ട് ടേപ്പ് വെച്ചിട്ട് ഒട്ടും നീളം കൂടുകയും കുറഞ്ഞൊന്നും പോകരുത് കേട്ടോ. 9.5 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നാൽ നമുക്കിങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കാം. എന്നിട്ട് ഇവിടെ ഒരു ഷേപ്പ് ഇതേപോലെ ഒരു ഷേപ്പ് വരച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് പിൻ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ആ വരച്ച പാടില്ല അതിലൂടെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറിപ്പോകാതെ വളരെ കൃത്യമായിട്ട് നമ്മൾ കോളർ കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു ഷേപ്പ് നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിവർത്തുമ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിലാണ് കിട്ടുന്നത്. നമ്മുടെ കോളറിൻ്റെ ഒരു ഷേപ്പ് കിട്ടിയില്ലേ. ഇനി നമുക്കിത് തുണിയിൽ വെച്ചിട്ട് നല്ല വശം ചേർത്ത് വെച്ചിട്ടൊന്ന് അയൺ ചെയ്ത് ഒട്ടിച്ചെടുക്കാം. കൃത്യമായിട്ട് വെച്ചിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇതുകൊണ്ട് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾക്ക് ഈ ഒരു ഭാഗത്ത് താഴ്ഭാഗത്തില്ലേ അത് 4 ഇഞ്ച് വിട്ടിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. 4 ഇഞ്ച് വീതിയിൽ തുണി ബാക്കിയുള്ളതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമുക്കിതേപോലെയാണ് കിട്ടുന്നത്. അതിനുശേഷം നമുക്ക് ഈ 4 ഇഞ്ച് നമ്മൾ കട്ട് ചെയ്തില്ലേ അത് നമ്മുടെ ക്യാൻവാസിലേക്ക് ചേർത്ത് വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഞാനിത് വലിയ കാണിയിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അഴിച്ച് കളയാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ 2 സ്റ്റിച്ച് വരും നെക്കിലേക്ക് വെച്ച് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ അത് ഒരു സ്റ്റിച്ചിൻ്റെ ആവശ്യമുള്ളൂ. അത് ഒഴിവാക്കാനാണ് ഞാൻ വലിയ കാണിയിട്ട് അടിച്ചിരിക്കുന്നത്. എന്നിട്ട് വേറൊരു തുണി എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇട്ടുന്നുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. എന്നിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ വരുമ്പോൾ ഇതേപോലെ ഇവിടെ കൊണ്ടാണ് നിർത്തുന്നത്. അപ്പോൾ ഇതുണ്ട്, അതൊന്ന് ശ്രദ്ധിച്ച് നോക്കി മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ എത്തി ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തി. അതിനുശേഷം നമ്മളിതുണ്ടോ ഇവിടെ ഒരു 4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണേ. ഇതേപോലെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. കൃത്യമായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ കട്ടിങ്ങുകൾ വെച്ച് കൊടുക്കണം. നൂല് കട്ടായി പോരുത് കേട്ടോ. അഥവാ കട്ടായെങ്കിൽ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കണം. എന്നിട്ട് കട്ടാവാത്ത രീതിയിൽ നമുക്കിതുണ്ട് ചെറിയ ചെറിയ കട്ടിങ്ങുകൾ മുഴുവൻ കൊടുക്കണം. അത് നമ്മൾ തിരിച്ചിടുമ്പോൾ നമ്മൾ ഒട്ടും ചുളിവില്ലാതെ ഫിനിഷിങ്ങിൽ ഇരിക്കാനായിട്ടാണ്. എന്നിട്ട് ഈ ഒരു നമ്മൾ ആ കോളർ തുടങ്ങുന്ന അവസാനിക്കുന്ന ഭാഗമില്ലേ അവിടെ നമ്മൾ നന്നായിട്ട് ആ ഷേപ്പ് കൃത്യമായിട്ടൊന്ന് കൈ കൊണ്ട് ആക്കി കൊടുത്തെടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിതുണ്ട് ഇത് ഈ ഒരു രീതിയിലാണ് കിട്ടുന്നത്. ഇവിടെ നമ്മൾ 4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കൊരു ഭാഗം ക്യാൻവാസ് ഉള്ളതും ഒരു പീസിൽ ക്യാൻവാസ് ഇല്ലാത്തതുമാണ് കിട്ടുന്നത് കേട്ടോ. ഇപ്പോൾ ക്യാൻവാസ് ഉള്ള ഭാഗം നമ്മുടെ മുകൾ ഭാഗത്ത് നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മുടെ ചുരിദാർ ഇത് ഈ രീതിയിലാണ് ഇടുന്നത് കേട്ടോ. ഇത് ബാക്ക് ഭാഗമാണ്. ഇത് ലൈനിങ് കണ്ടോ അകത്താണ് ഇരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ക്യാൻവാസ് ഇല്ലാത്ത ഭാഗമില്ലേ അത് ഇതേപോലെ വെച്ചിട്ട് ക്യാൻവാസ് ഉള്ള ഭാഗം മുകളിലേക്കൊന്ന് മാറ്റിയിട്ട് നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുത്തു. സെൻറ്റർ പിൻ ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമുക്കിത് കേട്ടോ ഈ ഒരു ക്യാൻവാസ് ഇല്ലാത്ത ഭാഗമാണ് കേട്ടോ ഇത്. അതും നമ്മുടെ നെക്ക് ഇങ്ങോട്ട് കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
നല്ല വശത്തേക്കാണ് കേട്ടോ തയ്യൽ തുമ്പ് വരുന്നത്. അത് മറന്നു പോകരുത്. നമ്മളിങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, നല്ല വശത്തേക്കാണല്ലോ തയ്യൽ തുമ്പ് വന്നിരിക്കുന്നത്, അങ്ങനെയാണ് വരേണ്ടത് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നമുക്കൊന്ന് വെച്ചിട്ട് ഫുള്ളും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കറക്റ്റായിട്ട് നമ്മുടെ കോളർ വലിച്ചൊന്നും പിടിക്കരുത് കേട്ടോ. നമ്മൾ ഈസി ആയിട്ട് ഇരിക്കുന്ന രീതിയിലൊന്ന് വെച്ചിട്ട് വേണം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. സെൻറ്ററായിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് പിന്നെടുത്ത് മാറ്റിയിട്ട് നമ്മുടെ ചുരിദാറിൻ്റെ സെൻറ്റർ കട്ട് ചെയ്ത് വെച്ചിട്ടില്ല, അതും നമ്മുടെ കോളറിൻ്റെ സെൻറ്റർ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരേപോലെ വരണം, എന്നാലാണ് അത് കറക്റ്റായിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഇതുണ്ട്, ഇതേപോലെ നമ്മൾ വലിച്ചൊന്നും പിടിക്കാണ്ട് നമ്മൾ ഫ്രീ ആയിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ട്, കറക്റ്റ് അളവാണല്ലോ നമ്മൾ കോളർ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കേണ്ടതൊന്നും ആവശ്യമില്ല, കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. അപ്പോൾ നമ്മൾ ആ തയ്യൽ തുമ്പിലെല്ലാം ചെറിയ കട്ടിങ് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ വലിഞ്ഞിരിക്കും നമ്മൾ തിരിച്ചിട്ട് കഴിയുമ്പോൾ. അപ്പോൾ ഇതേപോലെ ചെറിയ കട്ടിങ്ങുകളൊക്കെ ചെയ്ത് കൊടുത്തെടുക്കാം. അതിനുശേഷം നമുക്കിതേപോലെ 2 പോയിൻറ്റും ഒന്ന് കറക്റ്റ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് അതിന് മുകളിലൂടെ ഒരു സ്റ്റിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ കോളറിൻ്റെ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞു. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതേപോലെ ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകണ്ട. കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ബെൽ ബട്ടനെ ക്ലിക്ക് ചെയ്തിടുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസ് എല്ലാം കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിതുകൊണ്ട് കോളർ കൃത്യമായിട്ട് നല്ല വൃത്തിയായിട്ടും ചെയ്ത് കഴിഞ്ഞു. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.